666 മീഡിയയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ജൂപ്പിറ്റർ ട്രാൻസിറ്റ് വ്യാഴഗ്രഹം മാറിയിരിക്കുകയാണ്. ജൂൺ 2 2026 വ്യാഴം എന്ന് പറഞ്ഞ ഏറ്റവും ശുഭകരവും ദേവഗുരുവുമായ വ്യാഴം അഥവാ ബൃഹസ്പതി കർക്കടകൻ രാശിയിലേക്ക് തൻ്റെ ഉച്ച ക്ഷേത്രത്തിലേക്ക്, അതായത് ചന്ദ്രൻ്റെ സ്വക്ഷേത്രമാണ് കർക്കടക രാശി. കർക്കടക രാശിയിൽ വ്യാഴം ഉച്ചസ്ഥനാകുന്ന സമയമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. 1 മുതൽ ലഗ്നത്തിൻ്റെ 1 മുതൽ 12 വരെ ഭാവങ്ങളിൽ ഗുരു അഥവാ വ്യാഴം നിൽക്കുന്നവർക്ക് ഈ 27 നക്ഷത്രത്തിൽപ്പെടുന്ന ഓരോ നക്ഷത്ര ജാതകർക്കും വ്യാഴഗ്രഹം എന്തെല്ലാം ഫലങ്ങളാണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഇത് വലിയൊരു സബ്ജക്റ്റാണ് എന്നുള്ള വിഷയം നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു ടോപ്പിക്കിനെ പറ്റി എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുക. ഇടയ്ക്ക് വെച്ച് കണ്ടാൽ അല്ലെങ്കിൽ നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ ഫലം മാത്രം കണ്ടാൽ നിങ്ങൾക്ക് ഈ ഫലം കൃത്യമായി അറിയാൻ പറ്റാതെ ആയി പോകും. അതുകൊണ്ട് നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ തന്നെ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. കർക്കടക രാശി എന്ന് പറഞ്ഞാൽ വ്യാഴത്തിന് ഏറ്റവും വിശേഷ രാശിയാണ്. കാരണം 12 വർഷത്തിലൊരിക്കലാണ് വ്യാഴം കർക്കടക രാശിയിലേക്ക് വരുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ ഈ വ്യാഴം കർക്കടക രാശിയിൽ എത്തുമ്പോൾ ഉടനെ ഫലം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം വ്യാഴം കർക്കടക രാശിയിൽ എത്തിയ ഉടനെ അത് ഫലം ചെയ്യില്ല. ജ്യോതിഷ പ്രമാണപ്രകാരം സോളാർ സിസ്റ്റത്തിൽ ഒരു വലിയൊരു ഗ്രഹം രാശി മാറി ഉടനെ അതിൻ്റെ ഫലം അത്ര പെട്ടെന്ന് കണ്ടു തുടങ്ങില്ല. അതിനും വ്യക്തമായ ഒരു കാരണം തന്നെയുണ്ട്. വ്യാഴത്തെപ്പോലെ വലിയൊരു ഗ്രഹം രാശി മാറി അതിൻ്റെ ആദ്യത്തെ 6 ഭാഗം വരെ എന്ന് പറഞ്ഞാൽ 6 ഡിഗ്രി എന്നാണ് പറയുന്നത്. വ്യാഴഗ്രഹം 5 ദിവസം കൂടുമ്പോൾ ഓരോ ഭാഗം മറികടന്നുകൊണ്ടിരിക്കും. ഇതിൽ 29ാമത്തെ ഡിഗ്രി, അതായത് മിഥുനൻ രാശിയുടെ വ്യാഴം ഇപ്പോൾ പ്രവേശിച്ച രാശിയുടെ തൊട്ട് പിറകിലത്തെ 29 ഡിഗ്രിയും മുതലും, അതുപോലെ കർക്കടക രാശിയുടെ 0 ഡിഗ്രിയും രാശി സന്ധി എന്നാണ് പറയുന്നത്. അത് ഗ്രഹത്തിൻ്റെ അതിർത്തി എന്നാണ് പറയുന്നത്. ഇനി 6ാമത്തെ ഡിഗ്രിയിൽ എത്തിക്കഴിയുമ്പോൾ വ്യാഴം ഫലദാതാവാകും. അത് ഏകദേശം ഈ ജൂൺ മാസം അവസാനത്തോടു കൂടി, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ജൂലൈ 1 വെളുപ്പിന് മുതൽ വ്യാഴം എന്തു ഫലമാണോ ചെയ്യേണ്ടത്, അത് ഗുണമായിക്കോട്ടെ ദോഷമായിക്കോട്ടെ അവരവരുടെ ജാതകത്തിനും നക്ഷത്രത്തിനും അനുസരിച്ച് ഗുണദോഷ ഫലങ്ങൾ കണ്ടു തുടങ്ങും. അപ്പോൾ ജൂൺ മാസമായി വ്യാഴം മാറി ഇതുവരെ മാറ്റങ്ങൾ വന്നില്ല എന്ന് പറയുന്നവരാണോ നിങ്ങളെങ്കിൽ ഇതിൻ്റെ മാറ്റം ജൂലൈ മാസത്തോടു കൂടി നിങ്ങളുടെ അനുഭവത്തിൽ വരാൻ തുടങ്ങും. അതിനും വ്യക്തമായ കാരണമുണ്ട്. 6 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഗ്രഹത്തിൻ്റെ ബാല്യാവസ്ഥ പോലെയാണ്. ഒരാൾ എത്ര കഴിവുള്ള വ്യക്തിയാണെങ്കിലും ബാല്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ബാല്യാവസ്ഥ പൂർത്തിയാക്കി അതിൻ്റെ യൗവനാവസ്ഥയിലേക്ക് കടക്കുന്ന സമയമാണ്. വ്യാഴത്തിൻ്റെ 50% ഫലങ്ങൾ ചെയ്തു തുടങ്ങും. യുവാവസ്ഥയിൽ വ്യാഴം അതിൻ്റെ പൂർണ്ണ ഫലദാനശേഷി തുടങ്ങുമെങ്കിൽ പോലും ജൂലൈ മാസം പകുതിയോടനുബന്ധിച്ച് നമുക്കറിയാം, ഇനിയിപ്പോൾ സൂര്യൻ കർക്കടകത്തിൽ വരുമ്പോൾ കർക്കടകത്തിലെ സൂര്യനും വ്യാഴവും ഒന്നാകുന്ന ഈ കർക്കടക മാസം മുഴുവനായിട്ടല്ലെങ്കിലും വ്യാഴവുമായിട്ട് ആ പറഞ്ഞ ഡിഗ്രിയുമായിട്ട് കൺജക്റ്റ് ആകുമ്പോൾ അതിൻ്റെ ഒരേ ഡിഗ്രിയോട് അടുപ്പിച്ച് വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് സൂര്യൻ വ്യാഴത്തോട് അടുക്കുന്ന അതിൻ്റെ ഒരു 5 ഡിഗ്രി വരെയാണ് അതിമൗഢ്യം പറയുന്നത്. അപ്പോൾ വ്യാഴത്തിൻ്റെ തൊട്ട് മുന്നത്തെ 5 ഡിഗ്രിയും വ്യാഴത്തിൻ്റെ ശേഷമുള്ള 5 ഡിഗ്രിയും ഇതൊക്കെ ഒരു മൗഢ്യാവസ്ഥയായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇത്തരം സമയങ്ങളിൽ ശുഭകാര്യങ്ങളൊന്നും തന്നെ ചെയ്യുന്നത് നല്ലതല്ല. പുതിയ കാര്യങ്ങൾക്ക് തുനിഞ്ഞിറങ്ങുക. ആത്മവിശ്വാസം വർദ്ധിച്ച് പല തെറ്റായ തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ജൂലൈ മാസം ഒരു നല്ലൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ്. അടുത്തത് ഈ വ്യാഴം നിങ്ങൾക്ക് എത്രത്തോളം ഫലം ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആകെ 12 രാശിയും 27 നക്ഷത്രവുമാണ് ആകെ ഉള്ളത്. അപ്പോൾ ഈ 12 രാശിയിൽപ്പെടുന്ന 27 നക്ഷത്രക്കാർക്കും വ്യാഴം ഇപ്പോൾ ഗോചരത്തിൽ അനുകൂലത്തിൽ വന്നിരിക്കുന്നത് ഏതെല്ലാം രാശിയാണെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. കർക്കടക രാശിയിലേക്ക് കന്നി ലഗ്നക്കാർക്ക് 11 കന്നി രാശിക്കാർക്ക് 11 ഭാവത്തിലേക്കാണ്. അതുപോലെ തന്നെ മകരരാശിക്കാർക്ക് 7ാം ഭാവത്തിലേക്കാണ്. മീനരാശിക്കാർക്ക് 5ാം ഭാവത്തിലേക്കാണ്. മിഥുന രാശിക്കാർക്ക് 2ാം ഭാവത്തിലേക്കാണ്.
വൃശ്ചിക രാശിക്കാർക്കോ 9ാം ഭാവത്തിലേക്കാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന വിഷയങ്ങളാണ്. നിങ്ങൾ ലഗ്നം അറിയുമെങ്കിൽ നിങ്ങൾ ലഗ്നം കൂടി നോക്കിക്കോളൂ. പലർക്കും സംശയമുണ്ട്, ലഗ്നമാണോ നോക്കേണ്ടത് രാശിയാണോ നോക്കേണ്ടത്, അതായത് ജന്മക്കൂറാണോ നോക്കേണ്ടത് ലഗ്നമാണോ നോക്കേണ്ടതെന്ന് പലരുടെയും സംശയമാണ്. നിങ്ങൾക്ക് ലഗ്നം അറിയുമെങ്കിൽ ലഗ്നം നോക്കുക. അതായത് ജാതകമൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് കൃത്യമായ ലഗ്നം അറിയാമെങ്കിൽ ആ ലഗ്നത്തിൻ്റെ എത്രയിലൂടെ വ്യാഴം പോകുന്നു അത് ഭൗതികമായ അനുഭവങ്ങളും, അല്ലെങ്കിൽ അത് ഗുണമാണോ ദോഷമാണോ എന്ന് നിങ്ങൾക്ക് ഒറ്റയടിക്ക് അറിയാൻ പറ്റും. ഗോചര വ്യാഴമാണെങ്കിൽ നിങ്ങൾക്കത് ഗുണം ചെയ്യും. ദോഷമായിട്ടുള്ള സ്ഥാനങ്ങളിലൂടെയാണ് ലഗ്നത്തിൻ്റെ മറിഞ്ഞു പോകുന്നതെങ്കിൽ ദോഷമായിട്ട് വരും. ചന്ദ്രൻ്റെയും നോക്കാം, ചന്ദ്രൻ്റെ അനുഭവത്തിൽ വരും. മാനസികമായിട്ടുള്ള നിങ്ങളുടെ തീരുമാനങ്ങൾ, നിങ്ങളുടെ മനസ്സമാധാനം, നിങ്ങളുടെ പ്രവർത്തനം, ഇതൊക്കെ ചന്ദ്രാലും നോക്കാം. പക്ഷേ കുറച്ചും കൂടി ലഗ്നത്തിൽ നോക്കുമ്പോൾ കുറച്ചും കൂടി വ്യക്തത വരും. പക്ഷേ എല്ലാവർക്കും ലഗ്നം അറിയില്ല, അതുകൊണ്ട് നക്ഷത്രം അറിയാമെങ്കിൽ നക്ഷത്രം നോക്കൂ, ലഗ്നം അറിയാമെങ്കിൽ ലഗ്നം തന്നെ നോക്കുന്നതാണ്. ലഗ്നവും നോക്കണം, ചന്ദ്രനെയും നോക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഗോചരം നോക്കുമ്പോൾ ഇതിൽ പറയേണ്ട, ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്, ഇത് നിങ്ങൾ അറിയണം. ഗോചര വ്യാഴം ദശയോ അപഹാരത്തെയോ മറികടന്ന് ഒന്നും ചെയ്യില്ല. നിങ്ങളുടെ ജാതകത്തിൽ ഏത് ഗ്രഹത്തിൻ്റെ ദശയാണോ ആ ദശയുടെ ഫലമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായിട്ടും വരിക. കാരണം കൺട്രോൾ എടുത്തിരിക്കുന്നത് ദശാനാഥനാണ്. അപ്പോൾ ആ ദശയെ മറികടന്ന് ഗോചര വ്യാഴത്തിന് പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ എത്ര ദശ നന്നായാലും ശരി, അപഹാരം മോശമാണെങ്കിലോ, അതായത് ദശാനാഥൻ തീരുമാനിച്ചത് അപഹാരനാഥൻ നടത്തിത്തരാൻ ഉദ്ദേശിക്കുന്നില്ല തൽക്കാലം. അപ്പോൾ അതുകൊണ്ട് ദശാകാലഘട്ടവും അപഹാരത്തെയും മറികടന്ന് ഗോചരഗ്രഹങ്ങൾക്ക് ഫലം മാറ്റാനുള്ള കഴിവ് തീർച്ചയായിട്ടും ഇല്ല. അതുകൊണ്ട് തന്നെ ഗോചര വ്യാഴത്തിൻ്റെ മാറ്റം ഒരു 10% മാത്രമേ അനുഭവത്തിൽ വരുള്ളൂ. പ്രധാനമായും ദശ അപഹാരം, ആ അപഹാരത്തിൻ്റെ താഴെ വരുന്ന, അതായത് അന്തർദശയുടെ താഴെ വരുന്ന പ്രത്യന്തർദശ, അതൊരു ചുരുങ്ങിയ കാലഘട്ടമായിരിക്കും പലർക്കും ഉള്ളത്. പക്ഷേ അതുവരെ നമ്മളുടെ ജീവിതത്തിൽ പ്രകമ്പനങ്ങളുണ്ടാകും. ലഗ്നവും ലഗ്നാധിപനും വ്യത്യാസമുണ്ട് ഈ ദശയ്ക്കും അപഹാരത്തിനും. ദശാപഹാരം വരുമ്പോൾ അതായിരിക്കും നോക്കുക. ഇപ്പോൾ ദശാപഹാരമൊക്കെ നന്നായി, അതിൻ്റെ പ്രത്യന്തർദശ ഇത്തിരി മോശമായേക്കാം, ശുദ്ര കാലഘട്ടമൊക്കെ. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ലഗ്നാധിപൻ്റെയോ അല്ലെങ്കിൽ ദശാനാഥൻ്റെയോ അപഹാരനാഥൻ്റെയോ ശത്രുഗ്രഹത്തിൻ്റെ ഒക്കെ അന്തർദശ പ്രത്യന്തർദശ വന്നാൽ നിങ്ങൾക്ക് ഒത്തിരി ദോഷമായിട്ട് തന്നെയായിരിക്കും വരിക. അപ്പോൾ ദശാനാഥൻ്റെ ശത്രുഗ്രഹമാണോ വരുന്നത് എന്നൊക്കെ നോക്കണം. അവർ തമ്മിൽ എന്തെങ്കിലും യോഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ, ശുഭസ്ഥാനത്താണോ, ഷഷ്ടാഷ്ടമദോഷമുണ്ടോ, അതൊക്കെ നോക്കിയിട്ട് വേണം ഫലത്തിലേക്ക് കടക്കാൻ. എന്തായാലും ഗോചര വ്യാഴം നിങ്ങൾക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തരില്ല. ഇനി വ്യാഴത്തിൻ്റെ ദശയും അപഹാരമാണെങ്കിൽ മാത്രമേ ഇത് നോക്കേണ്ടതുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഗുണം തരാൻ ദശായും അപഹാരവും തീരുമാനിച്ചു, ഗോചര വ്യാഴത്തിൻ്റെ പ്രതികൂല സ്ഥിതി കൊണ്ട് നിങ്ങൾക്ക് ഒരു കാരണവശാലും അത് മുടങ്ങില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ദശയും അപഹാരവും വളരെ മോശമായി നിൽക്കുക, വ്യാഴം എത്ര നന്നായുള്ള സ്ഥാനത്ത് വന്നാലും അതിൻ്റെ മാറ്റങ്ങളൊന്നും ജീവിതത്തിൽ കണ്ടു തുടങ്ങില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ബേസിക്കായ കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്കൊരു കാര്യങ്ങളൊക്കെ ഒരു ബോധ്യപ്പെട്ട് കഴിഞ്ഞ് കാണുമല്ലോ. അപ്പോൾ ലഗ്നത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ മകര ലഗ്നക്കാർക്കാണ് ഏറ്റവും നല്ലത്. 7ാം ഭാവത്തിലാണ് വ്യാഴം. അതുപോലെ തന്നെ നമ്മൾ പലരുടെയും മറ്റൊരു സംശയമാണ്, വ്യാഴം ഇപ്പോൾ ഇനി ഒക്ടോബർ 31, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നവംബർ മാസം 1-ാം തീയതി മുതൽ നവംബർ, ഡിസംബർ, ജനുവരി 25 വരെ വ്യാഴം ചിങ്ങരാശിയിലേക്ക് പോകും. പലരും ചോദിക്കുന്നുണ്ട്, ഒരു വർഷമെത്തി അടുത്ത രാശിയിലേക്ക് പോകുന്ന വ്യാഴം ഇത്ര പെട്ടെന്ന് പോകുമോ? കാരണം ജൂൺ 2-ാം തീയതിയാണ് വ്യാഴം കർക്കിടകത്തിലേക്ക് വന്നത്. അപ്പോൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 5 മാസം കൊണ്ട് എങ്ങനെ അടുത്ത രാശിക്ക് പോകണേ? അപ്പോൾ സൂര്യനെ വലം വയ്ക്കാൻ ഒരു വർഷം വേണമല്ലോ, 12 അല്ലെങ്കിൽ 13 മാസം. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് സോളാർ സിസ്റ്റത്തിലെ വ്യാഴത്തിൻ്റെ സഞ്ചാരം മാത്രമല്ല, ആ ഗ്രഹങ്ങൾ ഭൂമിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതാണ് ജ്യോതിഷം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ചിങ്ങത്തിൽ പോകുമ്പോൾ ചിങ്ങത്തിൻ്റെ ഫലം തന്നെയാണ് എടുക്കേണ്ടത്, അത് മാത്രമേ അനുഭവത്തിൽ വരുള്ളൂ. പിന്നെ വക്രത്തിൽ, പിന്നെ കർക്കിടകത്തിലേക്ക് വരുമ്പോൾ മാത്രമേ കർക്കിടകത്തിൻ്റെ ഫലം നോക്കേണ്ടതുള്ളൂ. തൽക്കാലത്തേക്ക് 5 മാസത്തേക്ക് വ്യാഴം രാശി മാറും എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പോൾ മകര ലഗ്നക്കാർക്ക്, മകര ലഗ്നം എന്ന് പറയുമ്പോൾ നക്ഷത്രം പറയേണ്ടതില്ലല്ലോ. മകര നക്ഷത്രം എന്ന് പറഞ്ഞാൽ മകരക്കൂറിൻ്റെ നക്ഷത്രം ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതി. മകര ലഗ്നക്കാർക്കാണ് ഇത് കൂടുതൽ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് വരിക. 7ാം വ്യാഴമാണ്. വൃശ്ചിക രാശിക്കാർക്ക് അഥവാ വൃശ്ചിക ലഗ്നക്കാർക്ക്, വിശാഖം, അന്ത്യപാദം, അനിഴം, തൃക്കേട്ട, വൃശ്ചിക ലഗ്നം, അവർക്ക് 9ാം വ്യാഴമാണ്, ഭാഗ്യ വ്യാഴമാണ്. ഇതിൽ ഏറ്റവും ഗുണം കന്നി രാശിക്കാർക്കാണ്. ഉത്തരമുക്കാലത്തം ചിത്തിരാധിപതി ചേരുന്ന കന്നി രാശിക്കാർക്ക് 11ാം വ്യാഴമാണ്. കന്നി ലഗ്നക്കാർക്കാണ് ഇതിൻ്റെ ഏറ്റവും അനുകൂല സ്ഥിതി വരിക, 11ലാണ് വ്യാഴം. മിഥുന ലഗ്നക്കാർക്കും മിഥുന രാശിക്കാർക്കും വലിയ കുഴപ്പമില്ല.
മകീരം അന്ത്യാർത്ഥം തിരുവാതിര പുണർത്തിൽ മുക്കാൽ ചേരുന്ന മിഥുനക്കൂറുകാർക്ക് 2ാം വ്യാഴമാണ്. കുംഭലഗ്ന പിന്നെ ഉള്ളത് വന്ന് 5ൽ വ്യാഴം നിൽക്കുന്ന മീനലഗ്നക്കാർക്ക് അഥവാ മീനരാശിക്കാർക്ക് പൂരട്ടാതി അന്ത്യപാതി ഉത്രട്ടാതി രേവതി എന്നിവ ചേരുന്ന മീനരാശിക്കാർക്ക് 5ാം വ്യാഴമാണ്. മീനലഗ്നക്കാർക്ക് 5ാം വ്യാഴമാണ് വളരെ ഗുണം. അപ്പോൾ അതൊക്കെ വളരെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് പറയാം. ഇപ്പം തന്നെ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ കന്നി രാശിക്കാരനാണെന്ന് വിചാരിക്കുക. അപ്പോൾ കന്നി രാശിക്കാർക്ക് ഇപ്പോൾ എന്താ സംഭവിക്കുക? വ്യാഴം 11 അല്ലേ? ഇനി ലഗ്നത്തിൻ്റെ പ്രാധാന്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തുലാ ലഗ്നമാണെന്ന് ഇരിക്കട്ടെ. കന്നി ലഗ്നം വരുമ്പോൾ നിങ്ങളുടെ വ്യാഴം 11, അപ്പോൾ നിങ്ങൾ നല്ല നല്ല ചിന്തകളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ലാഭസ്ഥാനമാണല്ലോ, അപ്പോൾ പണം വരുന്നതിനായിട്ടുള്ള പുതിയ പ്രവൃത്തി, പുതിയ നിക്ഷേപങ്ങളൊക്കെ നിങ്ങൾ കണ്ടുവയ്ക്കും. അപ്പോൾ തുലാ ലഗ്നം വരുമ്പോൾ എന്താവും? 10ാം വ്യാഴമാണ്. 10ാം വ്യാഴം എന്ന് പറഞ്ഞാൽ കർമ്മത്തിലുണ്ടാവുന്ന സ്ട്രെസ്സാണ്. എന്നുവെച്ചാൽ ഓവർലോഡ്, തൊഴിൽ അധിക ഭാരം. അപ്പോൾ നിങ്ങൾ ലാഭത്തിനായിട്ട് ചിന്തിക്കുകയും പ്രയത്നിക്കുകയും, പക്ഷേ ഫലം തദൈവ. തുലാ ലഗ്നം 10ാം വ്യാഴം. അപ്പോൾ ഈ രാശിയും ലഗ്നത്തെയും വെച്ചിട്ടായിരിക്കണം ഈ ഫലങ്ങൾ ചിന്തിക്കേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ മകരരാശിയാണെന്ന് ഇരിക്കട്ടെ, 7ാം വ്യാഴമാണ്. അപ്പോൾ 7ൽ വ്യാഴം വരുമ്പോൾ യാത്രകൾക്ക് ഗുണമുണ്ടാവും, യാത്ര ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ നിങ്ങൾ ധനുലഗ്നമാണെന്ന് ഇരിക്കട്ടെ, ധനുലഗ്നത്തിന് അഷ്ടമത്തിലാണ് വ്യാഴം. അപ്പോൾ ഈ യാത്ര കൊണ്ട് ഗുണമല്ല ഉണ്ടാകാൻ പോകുന്നത്, മറിച്ച് നിങ്ങൾക്ക് നഷ്ടങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. വാഹനം കംപ്ലൈൻ്റ് ആകുക, അല്ലെങ്കിൽ പോയ കാര്യം വിചാരിച്ച കാര്യം സാധിക്കാതിരിക്കുക. അപ്പോൾ രാശി കൊണ്ട് മനസ്സും പ്രവൃത്തിയും, ലഗ്നം കൊണ്ട് അത് അനുഭവത്തിലേക്ക് എങ്ങനെയായിരിക്കും ഫലം വരുന്നത് എന്നും ചിന്തിക്കുന്നത്. അപ്പോൾ ലഗ്നത്തെ ബേസ് ചെയ്ത് നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതൊക്കെയാണെങ്കിലും ജാതകവശാൽ ഉള്ള ദശാപഹാരങ്ങൾക്ക് വളരെ വളരെ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ ശക്തമേറിയ യോഗങ്ങളുള്ള സമയത്ത് ഇപ്പം നിങ്ങൾക്ക് നല്ലൊരു കരിയറിൽ ഒരു ഒരു പ്രോഗ്രസ് വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ സമയമൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ജാതകത്തിൽ എന്തെങ്കിലും യോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് വരാൻ പറ്റുക. നിങ്ങൾക്കറിയാം പ്രധാന യോഗങ്ങൾ മാളവ്യ യോഗം, കേന്ദ്രത്തിൽ ശുക്രൻ ബലവാനായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞാൽ ഇടവ തുല മീനത്തിലൊക്കെ വരുമ്പോൾ അത് മാളവ്യ യോഗം. പിന്നെ ശശമഹായോഗം. തൊഴിൽപരമായ പുരോഗതിയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ശനി കൊണ്ട് 4, 7, 11, 4, 7, 10 മകര കുംഭ തുലാത്തിൽ ശനി നിന്നാൽ നിങ്ങൾക്ക് പ്രയോജനമാണ് തൊഴിൽപരമായിട്ട്. പിന്നെ ഉള്ളത് ഭദ്രയോഗമാണ്. ബുധൻ്റെ ഏറ്റവും വിശിഷ്ടമായ കേന്ദ്രങ്ങളിൽ നിൽക്കണം. സ്വക്ഷേത്രമോ മൂലക്ഷേത്രമോ ഉച്ചക്ഷേത്രമോ. മൂലക്ഷേത്രം ഉച്ചക്ഷേത്രം ഒന്ന് തന്നെ ബുധന് കന്നി. പിന്നെ മിഥുനം സ്വക്ഷേത്രത്തിൽ നിന്നാൽ നിങ്ങൾക്ക് ഭദ്രമഹായോഗം ഉണ്ടാവും. പിന്നെ അവസാനത്തെ ഹംസമഹായോഗം, അത് നല്ലൊരു യോഗമാണ്. ധനു മീനം കർക്കിടകത്തിൽ വ്യാഴം കേന്ദ്രത്തിലായിട്ട് നിൽക്കണം, ത്രികോണത്തിലല്ല കേന്ദ്രത്തിൽ തന്നെ നിൽക്കണം. ഇതാണ് പഞ്ചപുരുഷമായ യോഗം. ഹംസയോഗം, ഭദ്രം, മാളവ്യം, ശശമഹായോഗം. പിന്നെ രുചികയോഗമുണ്ട്. മേട വൃശ്ചിക മകരത്തിൽ ചൊവ്വ സ്വക്ഷേത്ര മൂലക്ഷേത്ര ഉച്ചക്ഷേത്ര ബലവാനായ കേന്ദ്രത്തിൽ നിന്ന് ശക്തിമേറിയ പഞ്ചപുരുഷ മഹായോഗങ്ങൾ കണ്ടു തുടങ്ങും. അതുപോലെ തന്നെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരുത്താത്തൊരു യോഗമാണ് ചന്ദ്രമംഗളയോഗം. ചന്ദ്രനും മംഗളൻ, അതായത് ഈ ചന്ദ്രമംഗളയോഗം, മംഗളൻ ചൊവ്വയാണ്. ചന്ദ്രനും ചൊവ്വയും ഒരുമിച്ച് നിന്ന് കേന്ദ്രത്തിലേക്ക് നിന്ന് കഴിഞ്ഞാൽ ചന്ദ്രമംഗളയോഗമൊക്കെ പറയാം. നല്ലൊരു യോഗമാണ്. സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു, ശരിക്കും അതൊക്കെയാണ് ഒരു യോഗം. 2 ഗ്രഹങ്ങളും കൂടി ചേരുമ്പോൾ. ഇപ്പോൾ ശശമഹായോഗം എന്ന് പറഞ്ഞാൽ ശനി ഒരു ഭാവത്തിലല്ലേ നിൽക്കണുള്ളൂ. അതുപോലെ മാളവയോഗം എന്ന് പറഞ്ഞാൽ ശുക്രൻ ഒരു ഭാവത്തിൽ നിൽക്കണമല്ലേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ അടുത്ത് ഒരാൾ വന്നു നിന്നാൽ അതൊരു യോഗമായി, ഒരു കൂടിച്ചേരലായി. അപ്പോൾ 2 പേരുടെ സപ്പോർട്ട് വരുമ്പോഴാണ് ശരിക്കും അതൊരു യോഗമാവുക. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ആ ഗ്രഹത്തിൻ്റെ ദശയിൽ അപഹാരം വരുമ്പോഴാണ് കൃത്യമായ ഒരു ചലനം സംഭവിക്കുക. അതാണ് പലരും പറയുന്നത് ജീവിതത്തിൽ ഈ യോഗം കൊണ്ട് ഫലിച്ച് കാണുന്നില്ല എന്ന് പറയുന്നത്. അത് പ്രോപ്പറായ യോഗമാണോ എന്ന് നോക്കണം. അതുപോലെ നീചഭംഗരാജ യോഗം, അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ജാതകത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, അതിൻ്റെ ദശാപഹാരങ്ങൾ ഒക്കെയാണോ എന്നൊക്കെ നോക്കണം. നീചഭംഗരാജ യോഗം ഉണ്ടെങ്കിൽ ദശാപഹാരങ്ങളൊക്കെ വന്നാലേ അത് യോഗം കിട്ടുള്ളൂ, അല്ലെങ്കിൽ ജാതകത്തിൽ തന്നെ ഇരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിളായിട്ട് എടുത്താൽ മതി. ബുധൻ നീചത്തിൽ പോയി. ബുധൻ നീചത്തിൽ പോയപ്പോൾ അവിടെ നീചഭംഗരാജയോഗത്തിനുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ശുക്രൻ ഉച്ചത്തിൽ നിൽക്കണം. അപ്പോൾ ശുക്രനും ഉണ്ട് മീനത്തിൽ തന്നെ, ബുധനും ശുക്രനും. അപ്പോൾ അവിടെ 2 കാര്യങ്ങൾ ഒത്തു വന്നു. ഇനി അവസാനത്തെയാണ് വ്യാഴം. അതായത് ഒരു രാശിയിൽ ഒരു ഗ്രഹം നീചം പ്രാപിക്കുക, അതിൽ ഉച്ചം പ്രാപിക്കുക, അതിൻ്റെ അധിപൻ ഒന്നില്ലെങ്കിൽ ആ രാശിയിലോ അല്ലെങ്കിൽ ലഗ്നത്തിൻ്റെ കേന്ദ്രത്തിലോ. അപ്പോൾ ഇവിടെ ലഗ്നം ഏതായിരിക്കണം? ഒരു കന്നി ലഗ്നം തന്നെ എടുക്കാം. അപ്പോൾ ഒന്നില്ലെങ്കിൽ മീനത്തിൽ വന്നാൽ ലഗ്നത്തിൻ്റെ 7ലായി, അല്ലെങ്കിൽ കന്നിയിൽ വന്നാൽ ലഗ്നത്തിലായി.
അപ്പോൾ ഒന്നില്ലെങ്കിൽ വ്യാഴം ലഗ്നകേന്ദ്രത്തിലോ, ഇനി അതല്ലെങ്കിൽ അവസാനമായിട്ടുള്ള ഒരു ഇതെന്നാണ് ചന്ദ്രകേന്ദ്രത്തിൽ. ഇപ്പോൾ ചന്ദ്ര ചിങ്ങത്തിൽ നിൽക്കുകയാണെങ്കിൽ കുംഭത്തിൽ വ്യാഴം വന്നാൽ ചന്ദ്രകേന്ദ്രമായി. അപ്പോൾ ഇനി ഏത് ദശയിൽ ഏത് ഭാരത്തിൽ ഫലിക്കും? പലരും പറയുന്നത് നീചം പ്രാപിച്ച ഗ്രഹത്തിൻ്റെ ദശയിൽ, ചിലർ ഉച്ചം പ്രാപിച്ച ഗ്രഹത്തിൻ്റെ ദശയിൽ. അപ്പോൾ ഈ നീചഭംഗരാജയോഗം എങ്ങനെ വന്നേ? ഒരു ഗ്രഹം നീചത്തിൽ, ബുധൻ നീചത്തിൽ, ശുക്രൻ ഉച്ചത്തിൽ, വ്യാഴം ചന്ദ്രകേന്ദ്രത്തിൽ. അപ്പോൾ ചന്ദ്രൻ്റെ കേന്ദ്രത്തിൽ വന്നപ്പോഴാണ് യോഗം വന്നത്. അപ്പോൾ ചന്ദ്രദശ തന്നെ വരണം. ഇനി ചന്ദ്രൻ ആ നീചം ഭംഗം ചെയ്യാൻ കാരണക്കാരനായ വ്യാഴനാണ്, വ്യാഴത്തിൻ്റെ ഭരണം. അങ്ങനെ വരുമ്പോൾ ലഗ്നാധിപനായ നീചം പ്രാപിച്ച് പോയ ബുധൻ്റെ നീച ദോഷത്തെ മാറ്റി ഉച്ചഫലത്തിൽ ചെയ്യും. അത് ഉച്ചത്തിനേക്കാളും പവറാണ് നീചഭംഗം ചെയ്തു കഴിഞ്ഞാൽ ആ നീചഗ്രഹത്തിന്. അപ്പോൾ ലഗ്നാധിപൻ എന്ന് പറഞ്ഞ പേര്, പ്രശസ്തി, സ്വന്തം പ്രവൃത്തി കൊണ്ട് അധ്വാനത്തിലൂടെ വലിയ ഒരു കരിയർ ഉണ്ടാക്കിയെടുക്കുക ഇദ്ദേഹത്തിന് സാധിക്കും. 10ാം ഭാവാധിപനും കൂടിയാണ് ബുധൻ, ലഗ്നാധിപനാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു യോഗം അനുഭവത്തിലേക്ക് വരിക. യോഗമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആ യോഗം കൃത്യമായിട്ട് ഉണ്ടോ, അതിൻ്റെ ദശാപഹാരങ്ങൾ കൂടിയാണോ. നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങൾ എത്ര കഴിവുള്ള, എത്ര ബുദ്ധിമാനാണെങ്കിലും ശരി, ദശാപഹാരം വരാതെ ഇതൊന്നും അനുഭവത്തിൽ വരില്ല. നല്ലൊരു വിത്ത് പോലെയാണ് നിങ്ങളുടെ ജാതകത്തിലെ യോഗങ്ങൾ. പക്ഷേ അത് അനുഭവത്തിൽ വരണമെങ്കിലോ അതിൻ്റെ ദശീയപഹാരവും, അത് കാലാവസ്ഥ കൂടി നന്നാവണം. ഇത്ര നന്നായാലും കാലാവസ്ഥ മോശമാണെങ്കിൽ അത് മുളച്ചു വരില്ല. ദശീയപഹാരം കൂടിയും വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് തടസ്സപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വഴികളും തുറന്നു കിട്ടും. അപ്പോൾ നിങ്ങളുടെ ദശാപഹാരങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കുക. അപ്പോൾ നിങ്ങളുടെ ജാതകം ഞാൻ വെറുതെ നോക്കി ഇന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് നല്ലതാണ്, അനുകൂലമാണ്, ഇന്ന വഴിപാടുകൾ ചെയ്തോളൂ എന്ന് മാത്രം പറയുകയല്ല. അങ്ങനെയാണ് എങ്കിൽ ആരും നോക്കാൻ വരേണ്ടതില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതിന് തന്നെ പറയട്ടെ, ഒരു നിശ്ചിത ഫീസുണ്ട്. കാരണം ഇത് നിങ്ങൾക്കും എനിക്കും നഷ്ടമാകരുത്. അതോടൊപ്പം തന്നെ എല്ലാ ഡീറ്റെയിൽസും വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. പൊതുവായ സംശയങ്ങളാണ് എങ്കിൽ അതൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. അതല്ല എങ്കിൽ വ്യക്തിപരമായ ഓരോരുത്തരുടെയും ജാതകമാണെങ്കിൽ എൻ്റെ സമയത്തിനനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. എൻ്റെ എല്ലാ തിരക്കുകളും കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് അപ്പോൾ തന്നെ മറുപടി ലഭിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളെ കൊണ്ട് ഒതുങ്ങുന്ന ഒരു നിശ്ചിതമായ ഒരു ദക്ഷിണ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. എന്തായാലും നമുക്ക് തുടർന്നുള്ള കാര്യങ്ങൾ കേൾക്കാം. ഞാൻ വാഗ്ദാനങ്ങൾ നൽകുന്നില്ല. കാരണം അത് നിങ്ങൾ കുറച്ചും കൂടി പ്രയത്നിക്കേണ്ടതായിട്ടുണ്ട്. ജാതകത്തിൽ എത്ര എല്ലാ യോഗങ്ങളുണ്ടായാലും അതിനെ നമ്മൾ അനുകൂലമായി നിൽക്കുന്നില്ലെങ്കിൽ ആ യോഗങ്ങൾ ജാതകത്തിലെ യോഗങ്ങൾ മാത്രമായി മാറും. ഉദാഹരണം, ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ നിൽക്കുന്നൊരു ഗ്രഹമാണ് ശനി. കുറച്ചും കൂടി അടുത്ത് നിൽക്കുന്ന ഗ്രഹമാണ് വ്യാഴം. അതിലെ സൂര്യൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നൊരു ഗ്രഹമാണ് ബുധൻ. അത് കഴിഞ്ഞ് ശുക്രൻ, അത് കഴിഞ്ഞ് ചൊവ്വ, അത് കഴിഞ്ഞ് വ്യാഴം, അത് കഴിഞ്ഞ ഈ ശനി. അപ്പോൾ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്നത് ശനിയാണ്, അത് കഴിഞ്ഞ വ്യാഴനാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, അതെങ്ങനെ? ബുധനല്ലേ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സൂര്യൻ്റെ, അത് കഴിഞ്ഞല്ലേ ശുക്രൻ. അപ്പോൾ ഇവരല്ലേ ആദ്യം സ്വാധീനം ചെലുത്തേണ്ടത്? അല്ല. കാരണം ശനി എന്ന് പറഞ്ഞാൽ ദീർഘകാലം കൊണ്ട്, എന്ന് വെച്ചാൽ 30 വർഷം കൊണ്ട് സൂര്യനെ ഒരു പ്രാവശ്യം വലം വെച്ച് വരുമ്പോൾ, ഒരു പ്രദക്ഷിണം വെച്ച് വരുമ്പോൾ, അതിൻ്റെ രാശിചക്രം 12 എണ്ണം പൂർത്തിയാക്കാനാണ് ഞാൻ ഈ പറഞ്ഞ വർഷം. ഒരു രാശി 2.5 വർഷം വെച്ച് ഏകദേശം 30ഓളം വർഷം, 29-30 വർഷം എടുത്ത് ചുറ്റി വരും. അപ്പോൾ അച്ചടക്കത്തിൻ്റെ ഗ്രഹമാണ് ശനി. അപ്പോൾ നമ്മൾ ഇപ്പോൾ സാധാരണഗതിയിൽ ചന്ദ്രൻ്റെ ദശ എന്ന് പറഞ്ഞാൽ 2.25 ദിവസം കൂടുമ്പോൾ മാറും. അപ്പോൾ മനസ്സ് പെട്ടെന്ന് വ്യതിചലിച്ചുകൊണ്ടിരിക്കും, ഒരു കാര്യത്തിലും ഉറച്ചു നിൽക്കില്ല. അപ്പോൾ അതൊക്കെയാണ് കൃത്യമായി തീരുമാനം എടുക്കാൻ പറ്റാത്തതും, നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഗ്രോത്ത് ഉണ്ടാവാൻ പറ്റാത്തതും. അതുപോലെ സൂര്യൻ്റെ ദശ 1 മാസമാണ്. സൂര്യൻ സഞ്ചരിക്കുന്നില്ല, ഭൂമിയാണ് സൂര്യനെ സഞ്ചരിക്കുന്നത്. സൂര്യൻ പ്രപഞ്ചത്തെയാണ് ഒരു നിശ്ചിത ഡിഗ്രി വെച്ച് മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ അത് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഈ കാണുന്നത്. മഴമാസം, ഇടവമാസം, മിഥുനമാസം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വ്യാഴത്തിൻ്റെ അതിചാര മാറ്റം. അപ്പോൾ വ്യാഴം ഒരു പെട്ടെന്ന് 12 മാസം കൊണ്ട് മറികടക്കേണ്ട വ്യാഴം പെട്ടെന്ന് മറികടക്കില്ല. പക്ഷേ ഭൂമിയിൽ നിൽക്കുന്നവർക്ക് അത് അങ്ങനെ തോന്നും. അതാണ് ജ്യോതിഷം. ഗ്രഹങ്ങളെ ചുറ്റുന്നത് മാത്രമല്ല, അത് അനുഭവത്തിലേക്ക് വരുന്നതാണ് ജ്യോതിഷം. അപ്പോൾ ശനിയുടെ അച്ചടക്കം, വ്യാഴത്തിൻ്റെ അച്ചടക്കം, എന്നുവെച്ചാൽ വ്യാഴവും ശനി വലിയ വ്യത്യാസമില്ല. വ്യാഴം 1 വർഷം കൂടുമ്പോൾ ഒരു രാശി മാറുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ ശനിയുടെ അച്ചടക്കവും കൃത്യമായ സാമ്പത്തികമായിട്ടുള്ള നീക്കിയിരിപ്പും, അതിന് കൃത്യമായി നിക്ഷേപങ്ങളിലേക്കും അല്ലെങ്കിൽ റിസ്ക് മാനേജ്മെൻറ്റും, അതല്ലെങ്കിൽ നിങ്ങളുടെ ശരിയായ തീരുമാനം സാവധാനം ആലോചിച്ച് നോക്കിയും കണ്ടൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറെ കണ്ട് കാര്യങ്ങൾ വിലയിരുത്തുക. ഇത്തരത്തിലുള്ള കൃത്യമായ ഒരു ഗാംബ്ലിംഗ് മെൻറ്റാലിറ്റി മാറ്റി കൃത്യമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ വിജയം സുനിശ്ചയമാണ്. അതുപോലെ ബുധനൊക്കെ പെട്ടെന്ന് രാശി മാറുന്ന ഗ്രഹമാണ്. പെട്ടെന്നൊരു തീരുമാനം എടുത്ത ജീവിതത്തിൽ അത് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമായി നിങ്ങൾക്ക് കിട്ടുള്ളൂ. ലോങ് ടൈമിലേക്ക് അത് പ്രയോജനം ചെയ്യണമെങ്കിൽ ശനിയെയും വ്യാഴത്തെയും പോലെ അച്ചടക്കുക. അങ്ങനെയുള്ള ദശാപഹാരങ്ങളിലൊക്കെ നല്ല കൃത്യമായി ചാടി ഇറങ്ങാതെ നല്ലപോലെ ആലോചിച്ച്
കൃത്യമായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ കൃത്യമായ ഗൈഡൻസും ജാതകം നോക്കാൻ വലിയ തുകകളൊന്നും നമ്മളിവിടെ ഈടാക്കാറില്ല. ന്യായമായ, നിങ്ങൾക്കും എനിക്കും നഷ്ടമാകരുത്, ചെറിയൊരു ദക്ഷിണയേ ഉള്ളൂ. ഞാൻ എൻ്റെ സമയത്തിനനുസരിച്ച്, നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് എൻ്റേതായ ഒരുപാട് തിരക്കുകളും കാര്യങ്ങളുണ്ട്. എൻ്റെ എല്ലാ തിരക്കുകളും കഴിയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടാം, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു എപ്പിസോഡായിട്ട് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.